ഇപ്പോൾ ഗിരീഷ് അന്ന് ബാംഗ്ലൂർ വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് ബലക്ഷയം സംഭവിച്ച് അവിടെ നിന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്തിട്ടാണ് എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ലിസി ഹോസ്പിറ്റലിലെ കാർഡിയോതൊറാസിക് സർജറി കാർഡിയോളജിയും ഒരേ ഫ്ലോറിൽ തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൺസൾട്ടേഷൻ റൂമിൻ്റെ ഒരു 1/3 പോലും സൈസ് ഉണ്ടായിരുന്നില്ല. കാർഡിയോളജി, കാത്ത് ലാബും കാർഡിയോ സർജറി തിയേറ്ററും എല്ലാം അടുത്തടുത്ത് ഷെയർ ചെയ്യുന്ന രീതിയിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന സൗകര്യങ്ങൾ. അങ്ങനെ ചെറിയ ഡിങ്കി OP-യിലിരുന്നാണ് ഗിരീഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാ ഫയലും നോക്കി ഗിരീഷിനെ പരിശോധിച്ചതിന് ശേഷം ഞാൻ ഗിരീഷിനോട് പറഞ്ഞു, ഗിരീഷ്, വേറെ മാർഗങ്ങളൊന്നുമില്ല, ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ് ഗിരീഷിന് വേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹം യാതൊരു എക്സ്ക്ലമേഷൻ, യാതൊരു അതിശയവുമില്ലാതെ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്കതറിയാം, അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത്രമാത്രം ധൈര്യം, നമ്മളിലുണ്ടായിരുന്ന വിശ്വാസം, ആ വിശ്വാസം ഒരു ധൈര്യമായിട്ട് ഞങ്ങൾ ഡോക്ടർ ടീമിലേക്ക് പകർന്നു തന്നത് വഴിയാണ് അദ്ദേഹത്തിന് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർവഹിക്കാനായത്. 2013 ജൂൺ 3-ാം തീയതിയാണ് ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹത്തിന് നിർവഹിക്കപ്പെടുന്നത്. ഗിരീഷിന് സന്ധികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചൊരു ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റും മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ഹൃദയം മാറ്റിവെച്ചിട്ട് ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു, 6 months later ഗിരീഷ് അണ്ടർവെൻ്റ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ഓൾസോ. അവിടെയും ഗിരീഷ് ഭയങ്കര ധൈര്യശാലിയായിട്ട് വളരെ അൺഇവൻഫുള്ളായിട്ട് ആ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് വിജയകരമായിട്ട് നടന്നു. പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ടെമ്പറേച്ചറായിട്ട് ഗിരീഷ് വീണ്ടും വരുന്നത്. അദ്ദേഹത്തിൻ്റെ വലതുവശത്തെ വാൽവിനുണ്ടായ ഒരു ഇൻഫെക്ഷൻ, ട്രൈക്കസ്പിഡ് വാൽവിനുണ്ടായ ഒരു എൻഡോകാർഡൈറ്റിസ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട്. 1 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഹൃദയ സ്തംഭനമുണ്ടായി. 2 പ്രാവശ്യവും ഏകദേശം അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ അദ്ദേഹത്തിന് കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ, വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ കാർഡിയക് അറസ്റ്റ് വന്നതിന് ശേഷം അദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗിരീഷിൻ്റെ ബെഡിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഗിരീഷിനോട് പറഞ്ഞു, ഗിരീഷ്, നമ്മളുടെ മാറ്റിവെച്ച ഹൃദയം പരാജയത്തിലേക്ക് പോവുകയാണ്, അത് വീണ്ടും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് എന്നോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്കറിയാം, ഒന്നുകിൽ എനിക്ക് ട്രൈക്കസ്പിഡ് വാൽവ് മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഹൃദയം മാറ്റിവെക്കേണ്ട ഒരു ശസ്ത്രക്രിയ, അതല്ലേ ഡോക്ടർ എന്നോട് പറയാൻ പറ്റുമോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഡോക്ടർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൈക്കസ്പിഡ് വാൽവ് മാറ്റിവെക്കേണ്ട, എനിക്ക് രണ്ടാമതൊരു ഹൃദയം മാറ്റിവെച്ചാൽ മതി. കാരണം അദ്ദേഹം എല്ലാം ഗൂഗിൾ ചെയ്ത് റെഫർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു ട്രൈക്കസ്പിഡ് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനവും വളരെ ഷോർട്ട് ലീവിങ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് വീണ്ടും ഒരു ഹൃദയം മാറ്റിവെക്കുന്നതിനോടാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചതും അതിന് ഞങ്ങളെ പേഷ്യൻസിനെ ഒരുക്കുന്ന പോലെ അതിന് ഗിരീഷ് ഡോക്ടർമാരെ ഒരുക്കുന്ന പ്രക്രിയയിലായി. പിന്നീട് അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് വീണ്ടും ഒരു കാർഡിയക് അറസ്റ്റ് വന്നു. അപ്പോൾ ഇത്തവണ തീർച്ചയായിട്ടും നമ്മുടെ കൈവിട്ട് പോയി. കാരണം 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, 30 മിനിറ്റ് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹൃദയം റിക്കവർ ചെയ്യുന്നില്ല. അപ്പം തീർച്ചയായിട്ടും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ OP-യിലേക്ക് വന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ OP ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസിൻ്റെ മോണിറ്റർ കാണാൻ പറ്റും. വീണ്ടും ഹൃദയസ്പന്ദനങ്ങൾ നമ്മളുടെ ഡോക്ടർ ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള അനസ്തീസിയ ടീമിന് റിക്കവർ ചെയ്യാനായി. വെറും ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഡോക്ടർ ജേക്കബ് വീണ്ടും എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് പറയുന്നത്, ഗിരീഷിന് മാച്ച് ചെയ്യുന്നൊരു ഹാർട്ട് നൽകാനായിട്ടൊരു ഡോണർ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റൽ തയ്യാറായിട്ടുണ്ട്, അത് കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വലിയ ടെൻഷനായി. ഞാനൊരു ഹൃദയ മാറ്റിവെക്കൽ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു റീട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടില്ല, റീട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ തിടുക്കത്തിൽ ഇന്ത്യയിലെ പല സർജൻസും ഹൃദയം മാറ്റിവെക്കുന്നവരെ ഫോണിൽ വിളിച്ചു, ആരെങ്കിലും റീട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ആരും തന്നെ റീട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും എന്ന് ആരോടും ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സ്വയമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത ഒരു രീതിയിലൂടെ ഗിരീഷിന് രണ്ടാമത്തെ ഹൃദയവും മാറ്റിവെച്ചത്. ആ
ശസ്ത്രക്രിയ വിജയിക്കുക എന്നുള്ളത് ലോകമെമ്പാടുമുള്ള ഡേറ്റ് നോക്കിയാൽ റീട്രാൻസ്പ്ലാന്റേഷൻ്റെ മോർട്ടാലിറ്റി തന്നെ ഏകദേശം 20% ആണ്. ആ ഓപ്പറേഷൻ അനുബന്ധിച്ച് നമ്മുടെ രോഗിയെ നഷ്ടപ്പെടാനുള്ള സാധ്യത. അതിനുശേഷം 5 year സർവൈവൽ, 8 year സർവൈവൽ, 10 year സർവൈവൽ എന്ന് പറയുന്ന ഡേറ്റ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗിരീഷ് ഇപ്പോഴും ഒരു അത്ഭുത മനുഷ്യനായിട്ട് തുടരുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ മനഃശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ ഇച്ഛാശക്തിയാണ്, ഒരു കോൺഫിഡൻസാണ്. അദ്ദേഹം തന്ന കോൺഫിഡൻസിലൂടെയാണ് ഞങ്ങൾ ഡോക്ടർമാരും ഞങ്ങളുടെ ടീം അംഗങ്ങളും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത്. അതിനുശേഷം പല പല കടമ്പകളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇൻഫെക്ഷൻസ് ഉണ്ടായി, റീനൽ സ്റ്റോൺസ് ഉണ്ടായി, ഗോൾ ബ്ലാഡർ പ്രോബ്ലംസ് ഉണ്ടായി, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടായി. ഓരോ പ്രാവശ്യവും അദ്ദേഹം ഞങ്ങളെ വിളിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ഇതുണ്ടായി, അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തു, ഇതിൻ്റെ ഡോക്ടറെ കണ്ടു എന്ന് പറയാനാണ് വിളിക്കുന്നത്. അല്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഗിരീഷ് വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അദ്ദേഹത്തെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളത്. അദ്ദേഹം ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 2ാം പ്രാവശ്യം ഹൃദയം മാറ്റിവെച്ച ഒരു റെക്കോർഡ് സൃഷ്ടിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മളുടെ മുന്നിലിപ്പം വളരെ ആരോഗ്യവാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് 10 വർഷം തികയാണ്. മാർച്ച് 6-ാം തീയതി 2014 അദ്ദേഹത്തിൻ്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നിർവഹിക്കപ്പെട്ടത്. പലപ്പോഴും ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ക്രെഡിറ്റ് എൻ്റെ പേരിൽ വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരാണ്. അത് ഡോക്ടർമാരായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് ഹൃദയം ദാനം ചെയ്യുന്ന വ്യക്തികളുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ, ഈ ഹൃദയം ഹാർവെസ്റ്റ് ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൃത്യസമയത്ത് ഡോണറുടെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർ, പോലീസ് ഓഫീസേഴ്സ്, ഗവൺമെൻറ് ഓഫീഷ്യൽസ്, അങ്ങനെ വളരെയധികം ആൾക്കാരുടെ കൂട്ടായ്മ ഒരു വിജയകരമായിട്ട് ഭവിക്കുന്ന സംഭവമാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അവർക്കെല്ലാവർക്കും ഇന്നത്തെ ഈ 10 വർഷം തികയുന്ന ദിവസം അവർക്കെല്ലാവർക്കും നമ്മൾ ഒരു വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. കാരണം ഒരു കൂട്ടായ്മയുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഗിരീഷിനോടൊപ്പം ഈ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവയവദാനം കേരളത്തിൽ വളരെ പുറകോട്ടാണെന്ന് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്കറിയാം. പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങൾ ആദ്യം ഓടിയെത്തുന്നത് മാധ്യമങ്ങളിലേക്കാണ്. കാരണം ഒരവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ, അവയവം ലഭിക്കാതെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികൾ, കേരളത്തിൽ അവയവം ലഭിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾ. ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് നമ്മളൊരു ഹരിനാരായൺ എന്ന് പറയുന്നൊരു യങ് ബോയുടെ ഹൃദയം മാറ്റിവെച്ചു. അദ്ദേഹം ചെന്നൈയിൽ പോയൊരു ഹോസ്പിറ്റലിൽ 2 ആഴ്ച വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം തീർന്ന് വീണ്ടും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് 40 lakhs rupees വേണമെന്ന് പറഞ്ഞപ്പോൾ അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് ലിസി ഹോസ്പിറ്റലിൽ വരികയാണ്. ഭാഗ്യവശാൽ ഒരാഴ്ചയ്ക്ക് നമുക്ക് ഹാർട്ട് ലഭിക്കുകയും ട്രിവാൻഡ്രത്ത് നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഹെലികോപ്റ്ററിൽ നമ്മൾ ഹൃദയം ഇവിടെ കൊണ്ടുവരികയും വിജയകരമായിട്ട് ഹൃദയം മാറ്റിവെക്കുകയും ചെയ്തു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് 3 ആഴ്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഉണ്ടായ ചിലവെന്ന് പറയുന്നത് ചെന്നൈയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ചിലവിൻ്റെ ഒരു 4/1 മാത്രമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മിഷൻ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സ രോഗികൾക്ക് കൊടുക്കാനും, അതുപോലെ കേരളത്തിൻ്റെ അവയവദാനം പഴയ ഗതിയിലേക്ക് അല്ലെ പഴയ രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാവുമെങ്കിൽ വളരെയധികം ജീവിതങ്ങളെ നമുക്ക് രക്ഷിക്കാനാവുമെന്നുള്ള ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ ആഘോഷങ്ങൾ കൊണ്ട് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു ധർമ്മമാണ്. മാധ്യമങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാനാവൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവും എല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ ചികിത്സകളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു നോ എന്നുള്ള ആൻസർ ഞങ്ങളുടെ ഡയറക്ടറുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. എന്ത് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും യെസ് ഡോക്ടർ ലെറ്റ് us ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലൈനപ്പ് ലിസി ഹോസ്പിറ്റലുള്ളത് വളരെയധികം സന്തോഷകരമാണ്. ഈ തരുണത്തിൽ അവരുടെ സപ്പോർട്ടും അവരുടെ സഹകരണവും എല്ലാം ആഘോഷിക്കുന്ന ഒരു വിജയ ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഗിരീഷിൻ്റെ സഹോദരിയും അവരുടെ കുടുംബാംഗങ്ങളൂടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹൃദയം മാറ്റിവെച്ചിട്ട് ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് 10 വർഷം കഴിഞ്ഞ് ശ്രുതി ഇവിടെ ഇരിപ്പുണ്ട്, സണ്ണി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഹൃദയം അല്ലെങ്കിൽ അവയവം മാറ്റിവെച്ചതിൻ്റെ വലിയ വിജയോദാഹരണങ്ങളായിട്ട് നമ്മളോടൊപ്പം വളരെയധികം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ സന്ദേശം സമൂഹത്തിന് ഒരു നന്മയുടെ സന്ദേശമായി, ഒരു ദാനത്തിൻ്റെ സന്ദേശമായി, ബാക്കിയുള്ള വ്യക്തികളുടെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ജീവൻ തിരിച്ചു പിടിക്കാനുള്ളൊരു സന്ദേശമായിട്ട് ഇന്നത്തെ ദിവസം ഭാവിക്കട്ടെ.
ഈ ഇതുപോലെയുള്ള വാർത്തകൾ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ അവയവദാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ സമൂഹം എടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗിരീഷിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുത്തവർക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Today, here I am present as the official representative of India Book of Records. It gives me immense pleasure to stand before you today to acknowledge this momentous achievement. Today I am happy to announce the result for the record achievement titled as the first person to undergo a second heart transplant under the India Book of Records. India Book of Records is committed to record making for more than 18 years and has a huge database of more than 40,000 record holders across the nation. India Book of Records is registered with the Government of India and follows the Asian Protocol of Record. It is also associated with the Asia Book of Records. Now it's time to announce the record. The record for being the first person to undergo 2 heart transplants successfully in India was set by Mr. Girish Kumar PV of Palakkad, Kerala, who underwent first heart transplant on June 3, 2013 at the age of 38. This heart transplant failed, and so he underwent a second heart transplant on March 6, 2014, 10 years ago, at Lisi Hospital, Kochi. He has completed 10 years after his second heart transplant on March 6, 2024, means today, as confirmed on March 4, 2024. Many congratulations to Mr. Girish Kumar PV, who by the grace of God and the blessings of the well-wishers comfortably survived after second heart transplant, and today he is celebrating his 10th year of second heart transplant. I congratulate Dr. Jose Chapo, a transplant surgeon, and his medical team, PRO, Lisi Hospital, and the transplant team to carry out this whole exercise flawlessly. Once again, congratulations and good wishes for wonderful life ahead. Thank you. And all the doctors to come forward to present the award. അവാർഡ് എനിക്കുള്ള അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ അവാർഡ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ ഈ 10 വർഷത്തെ ലൈഫ് അത് എൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടല്ല കാണുന്നത്. കാരണം അതിന് പുറകിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്,
നേഴ്സിംഗ് ടീമുണ്ട്. ഇവിടെയുള്ള ഓരോ ലിസി ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫും അതിൻ്റെ പുറകിലുണ്ട്. അതിന് പുറമെ ഹാർട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും. പിന്നെ പലപ്പോഴും മീഡിയക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഹൗ ഈസ് ദ ലൈഫ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിഫോർ ആസ് കമ്പയർ ടു ബിഫോർ സർജറി. എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. അതേസമയം നമ്മളുടെ സർജറിക്ക് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി, പിന്നെ ഓഫീസ്, ഇതായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്. പക്ഷെ സർജറിക്ക് ശേഷം നമ്മുടെ ലൈഫ് കുറച്ച് എക്സ്റ്റെൻഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ലൈഫല്ല, നമ്മളെ കെയറിങ് പീപ്പിൾ, അതായത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിക്കാൻ ഡോക്ടർ ജോസ് ഉണ്ട്, ഡോക്ടർ ജേക്കബ് ഉണ്ട്, ഡോക്ടർ റോണി ഉണ്ട്. അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വാക്കിൻ ചെയ്യാം ഹോസ്പിറ്റലിലേക്ക്. നന്നായി കെയർ ചെയ്യുന്ന നേഴ്സിംഗ് ടീമുണ്ട്. ഇവിടെ നേഴ്സിംഗ് ടീം മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കയറുന്ന സമയത്ത് തന്നെ എന്നെ വീൽ ചെയറുമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ലിഫ്റ്റിൽ കയറിയാൽ അവിടെ ആയാലും എല്ലാവരും നല്ല കെയർ ആയിരുന്നു. അപ്പോൾ ഈ 10 വർഷത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഒരാളുടെ പേരിൽ മാത്രമായിട്ട് എങ്ങനെ ഇത് തരാൻ പറ്റുക? കാരണം എൻ്റെ ഈ ലൈഫിൻ്റെ സക്സസ്സിന് മെയിനായിട്ടും പുറകിലുള്ളത് ഇവിടെയുള്ള ഡോക്ടേഴ്സും ബാക്കിയുള്ള സ്റ്റാഫും, പിന്നെ ഓഫ് കോഴ്സ് പറയാൻ വിട്ടുപോയതല്ല, എനിക്ക് വേണ്ടി ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ഫാമിലി. അത് ആരാണെന്നും എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരുടെ എല്ലാം ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഈ വിജയത്തിന് പുറകിൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ സിസ്റ്റേഴ്സ്, അവരുടെ ബ്രദർ ഇൻ ലാസ്, അവരുടെ മക്കൾ, അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റലിലെ എല്ലാവരും. ലിസി ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇതിനുശേഷം ഞാൻ പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടും കൺസൾട്ടൻസിക്കും എല്ലാവരും പോയിട്ടുണ്ട്. എവിടെ പോയാലും നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ്. അതല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം തോന്നിയില്ല. അത് മറ്റൊരാളുടെ ഹൃദയമാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇടിക്കണം എന്നുള്ളൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അതായിരിക്കും കാരണം. ഇപ്പോൾ സർജറി ചെയ്യുന്നതിന് മുമ്പൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ 2ാം തവണയും ഹാർട്ട് മാറ്റി വയ്ക്കാനായിട്ട് തീരുമാനമെടുത്തതെന്നൊക്കെ ചോദിക്കണം. പക്ഷെ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തിനും നമ്മൾക്കുള്ള കോൺഫിഡൻസിനേക്കാളും നമുക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസമാണ് വലുത്. എനിക്ക് ഡോക്ടർ ജോസുമായിട്ട് ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിൽ എനിക്കൊന്ന് ഹാർഡ്ലി 10 minutes or 15 minutes അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അതെല്ലാവർക്കും അറിയാം, ഡോക്ടർ ജോസുമായിട്ട് സംസാരിച്ചുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അസുഖത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയോ എനിക്ക് തോന്നുന്നു ലിസിയിലെ 2ാമത്തെ സർജറി ആയിരുന്നു എൻ്റേത്. അതുപോലെ ഒരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിരുന്നു ഡോക്ടർ ജോസുമായിട്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡോക്ടർ ജോസിനെ നമ്മളെ സ്വയം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെയായിട്ടും. എന്ത് അസുഖം ഉണ്ടെങ്കിലും ഡോക്ടർ ജോസ് ഇടപെടും. എനിക്ക് ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് കിംസിൽ വെച്ചായിരുന്നു DHR ചെയ്തത്, ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. അതിനുവേണ്ടി ഡോക്ടർ ജോസും ഡോക്ടർ ജേക്കബും ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അനസ്തീഷ്യ തരുന്ന സമയത്ത് ഡോക്ടർ ജേക്കബ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ സർജറി പോലും വേറൊരു ഹോസ്പിറ്റലിൽ വെച്ചാണ് ഹിപ്പ് മാറ്റിവെച്ചതെങ്കിൽ പോലും ഡോക്ടർ ജോസും ഡോക്ടർ ജേക്കബും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ജോസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡോക്ടറുടെ ടീമിനെ പറ്റിയിട്ടോ കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നണില്ല. പിന്നെ ഒരു ഡോക്ടേഴ്സിൻ്റെ ടീം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ നമ്മളുടെ രോഗപരിചരണത്തിൽ സ്വാധീനം ചെലുത്തുന്നത് നേഴ്സിംഗ് ടീമാണ്. അതിൽ
എനിക്ക് തോന്നുന്നു പല 10-12 വർഷം ഞാനിപ്പോൾ ലിസി ഹോസ്പിറ്റലുമായിട്ട് ഉള്ള റിലേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പല നേഴ്സുമാരും നഴ്സിംഗ് സിസ്റ്റേഴ്സും ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ കുറച്ച് പേരുണ്ട് തോന്നുന്നു എനിക്ക്. പക്ഷേ വിഷയങ്ങൾ കുറച്ച് പ്രോബ്ലം ഉള്ളതിന് ആരെയും കാണുന്നില്ല. അപ്പോൾ അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും നന്ദി പറയണം ഈ സമയത്ത് ഞാൻ. താങ്ക് യു സോ മച്ച്. I invite all the dignitaries on the dais to join for the cake cutting ceremony. സ്തുതി ഞാൻ നേരത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ നമ്മുടെ ടീം അംഗങ്ങൾ ഈ പ്ലീസ് കം ഫോർവേഡ്. അച്ഛന്മാർ പ്ലീസ്. ഗിരീഷ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ സ്തുതി ഒരു പീസ് ഗിരീഷിന് കൊടുക്കാന്നുള്ളതാണ് ദൗത്യം. Next, I would like to invite Dr. Roni Matthew, HOD and Senior Consultant Cardiologist, to propose the vote of thanks. And Lisi Hospital. Gratitude to India Book of Records for having appreciated this and accelerated the record making of Girish. And of course, our immense thanks to you, Girish. You have been a symbol of courage and resilience, and you know, not only a symbol of that, you also have been a flag bearer of how a person should be, you know, and he has even set an example for not only patients but even doctors on how to perceive and pursue, and we really appreciate your presence over here. Thank you for coming. And my thanks to you, media persons, because I think you're the most important people over here. It's your responsibility to send the message of organs on earth. So it's your duty to spread this message, especially in Kerala, in the present circumstances. As Dr. Joe said, it is very sad, but even in our ICU at Lisi Hospital, every month, at least one or two young people die because we have no donors here in Kerala. And this is something that needs to be told to the people of Kerala, to our government, to ensure that donation in Kerala restarts back as it was a few years back. And of course, on behalf of Dr. Jose, Dr. Jacob and me, my thanks to the management, Father Paul Karedan, Father Shanu, Father Jetto, because they have been the pillar behind this success of the transplantation team, and of course the entire Heart Institute. And thank you all my colleagues for being here, and your presence has made this function wonderful. Thank you.